ഓം ശാന്തി. രാജയോഗ പരിശീലന ക്ലാസ്സുകളിലേക്ക് സ്വാഗതം. നമുക്കിന്ന് സൃഷ്ടി രഹസ്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. കാലചക്രം എങ്ങനെയാണ് കറങ്ങുന്നത്, കാലചക്രം കറങ്ങുന്നതിനനുസരിച്ചിട്ട് ഭൂമിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ, മാനവ സംസ്കാരത്തിലുണ്ടാകുന്ന മാറ്റങ്ങൾ, അതിനെക്കുറിച്ച് നമുക്ക് നോക്കാം. ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ ബാല്യം, കൗമാരം, യൗവനം, വാർദ്ധക്യം എന്ന് 4 അവസ്ഥകൾ കൂടെ കടന്നു പോകുന്നുണ്ട്. ഋതുക്കളാണെങ്കിലും വേനൽ, മഴക്കാലം, മഞ്ഞുകാലം, വസന്തകാലം, ഇങ്ങനെ പല കാലങ്ങളിൽ കൂടെ കടന്നു പോകുന്നുണ്ട്. അതേപോലെ ഈ കാലചക്രവും സൃഷ്ടിചക്രവും ചതുർയുഗങ്ങളിൽ കൂടെ കടന്നു പോവുകയാണ്. സത്യയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, കലിയുഗം. ഈ 4 യുഗങ്ങളും ചേർന്നതിനാണ് ഒരു കൽപ്പം എന്ന് പറയുന്നത്. ഒരു കൽപ്പം കഴിയുമ്പോഴേക്കും അടുത്ത കൽപ്പം ആരംഭിച്ചിട്ടുണ്ടാവും. ഇങ്ങനെ ഇൻഫിനിറ്റീവ് കൽപ്പങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇനിയും ഇൻഫിനിറ്റീവ് കൽപ്പങ്ങൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കും, ആവർത്തിച്ചുകൊണ്ടേയിരിക്കും. അപ്പോൾ ഒരു കൽപ്പത്തിൻ്റെ ആദ്യ സമയത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. സത്യയുഗത്തെക്കുറിച്ച് നോക്കാം. അതിൻ്റെ പേര് തന്നെ സത്യയുഗം എന്നാണ്. 360 ഡിഗ്രിയുള്ള വൃത്തത്തെ 90 ഡിഗ്രിയുള്ള 4 സമഭാഗങ്ങളായിട്ട് വിഭജിച്ചിട്ടുള്ള സ്വസ്തികയുടെ ചിത്രം കാലചക്രം മനസ്സിലാക്കാൻ വളരെയധികം സഹായകമാണ്. സ്വസ്തികയിൽ ഏറ്റവും മുകളിലത്തെ വര വലത്തോട്ടാണ്. സ്വസ്തികയിലെ വലത്തെ ഭാഗം ധർമ്മത്തെയും ഇടത് ഭാഗം അധർമ്മത്തെയും ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. അപ്പോൾ മുകളിലത്തെ വര ധർമ്മം ഏറ്റവും ഉയർന്ന അവസ്ഥയിലാണ് എന്നതിൻ്റെ പ്രതീകമാണ്. അതുകൊണ്ട് തന്നെ ശാന്തിയും സുഖവും നല്ല മനോബലവും ആന്തരിക ശക്തികളും സമ്പൽ സമൃദ്ധിയും എല്ലാം ഉച്ചഘട്ടത്തിലായിരുന്നു, ഉയർന്ന അവസ്ഥയിലായിരുന്നു. അന്ന് മാനവൻ ദേവനാണ്. ദിവ്യഗുണങ്ങളുള്ള മനുഷ്യർ തന്നെയാണ് ദേവത. ഓരോ മാനവനും ദിവ്യഗുണങ്ങളാൽ സമ്പന്നമായിട്ടുള്ള ദേവതയാണ്. അതുകൊണ്ട് ആ കാലഘട്ടത്തെ സത്യയുഗം, ദേവലോകം, അമരലോകം, വൈകുണ്ഠം, ഹെവൻ, പാരഡൈസ്, അല്ലാ കി ജന്നത്ത്, അല്ലാ കി ബഗീച്ച, പർദീസ എന്നിങ്ങനെ പല നാമങ്ങളിൽ എല്ലാ മതങ്ങളിലും ആ കാലഘട്ടത്തെ ഓർമ്മിച്ചിട്ടുണ്ട്. അങ്ങനത്തെ ഒരു കാലമാണ് ഈ ഭൂമിയിൽ സത്യയുഗത്തിൽ നിലവിലുണ്ടായിരുന്നത്. കേൾക്കുമ്പോൾ നമുക്ക് എന്തോ അതിശയോക്തി പോലെ തോന്നും, പക്ഷെ സത്യമായിട്ടും അങ്ങനത്തെ ഒരു കാലഘട്ടം ഭൂമിയിലുണ്ടായിരുന്നു. ഈശ്വരൻ രചിക്കുന്ന ലോകം തീർച്ചയായിട്ടും ഇങ്ങനത്തെ ലോകമല്ലല്ലോ രചിച്ചിട്ടുണ്ടാവുക. തീർച്ചയായിട്ടും നല്ല ലോകമായിരിക്കും, പെർഫെക്റ്റ് ആയിരിക്കും. അത് പെർഫെക്റ്റ് ലോകമാണ്. അതിനെ രാമരാജ്യം എന്നും പറയും. ഈശ്വരൻ രാമനാണ്. അതുകൊണ്ട് രാമൻ സ്ഥാപിച്ച രാജ്യം എന്നർത്ഥത്തിൽ രാമരാജ്യം, ശിവാലയം, അമരലോകം എന്നൊക്കെ അത് അറിയപ്പെടുന്നുണ്ട്. ആ കാലഘട്ടത്തിൽ മുഴുവനും ഭൂമിയെ ഭാരതം എന്നറിയപ്പെട്ടിരുന്നത്. വേറെ രാജ്യങ്ങളില്ല, എല്ലാ ഭൂഖണ്ഡവും ചേർന്നിട്ട് ഭാരതം എന്നറിയപ്പെട്ടിരുന്നു. ഭൂഖണ്ഡങ്ങൾ അല്ലെങ്കിലും അകലുകയും ഒന്നിക്കുകയും ചെയ്യുന്നുണ്ട്. അന്നെല്ലാം ഒരുമിച്ചായിരുന്നു. അന്ന് മുഴുവനും ഭൂമിയെ ഭരിച്ചിരുന്നത് ശ്രീലക്ഷ്മിയും ശ്രീനാരായണനുമാണ്. അതുകൊണ്ടാണ് അവരെ ജഗന്നാഥൻ, ജഗന്നാഥ എന്ന് പ്രശംസിക്കുന്നത്. മുഴുവനും ജഗത്തിൻ്റെ ഒരു രാജ്യം, ഒരു രാജാവും ഒരു ചക്രവർത്തിനെയും ഒരു ഭാഷ, ധർമ്മത്തിൻ്റെയും രാജ്യത്തിൻ്റെയും അധ്യക്ഷൻ രാജാവ് തന്നെയാണ്. അതുകൊണ്ട് രാജ്യത്തിൻ്റെ അധ്യക്ഷൻ്റെ അടയാളമായിട്ട് ശ്രീനാരായണനും ശ്രീലക്ഷ്മിക്കും രത്നങ്ങൾ പതിച്ച സ്വർണ്ണ കിരീടം കാണിച്ചിട്ടുണ്ട്. ധർമ്മത്തിൻ്റെ അല്ലെങ്കിൽ മതത്തിൻ്റെ അധ്യക്ഷൻ്റെ അടയാളമായിട്ട് പ്രകാശവലയം, ഹാലോ കാണിച്ചിട്ടുണ്ട്. 2 പേർക്കും, എല്ലാ ദേവന്മാർക്കും ഹാലോ കാണിച്ചിട്ടുണ്ട്. ഹാലോ പവിത്രമായിട്ടുള്ള ആത്മാക്കളുടെ അടയാളമാണ്. അതുകൊണ്ട് ഇവിടെയുള്ളവരെ ഹിസ് ഹോളിനെസ് എന്ന് ആചാര്യന്മാരെ പറയാം, ഹിസ് ഹൈനസ് എന്ന് ഭരണ നേതാക്കന്മാരെ പറയാം. അവിടെ രണ്ടും ഒരാൾ തന്നെയാണ്. ശ്രീലക്ഷ്മി ശ്രീനാരായണനും ഹിസ് ഹൈനസ് ആൻഡ് ഹിസ് ഹോളിനെസ് ആണ്. രാജാവ് ഗുണങ്ങളുടെ ആധാരത്തിലാണ് അവിടെ രാജാവ് പദവി. രാജാവും പ്രജയാവുന്നത് ഗുണങ്ങളുടെ ആധാരത്തിലാണ്. രാജാവ് പ്രജകൾക്ക് മാതൃകയാണ്. അവിടെ നിയമസംഹിതയൊന്നുമില്ല. രാജാവിൻ്റെ ജീവിതത്തെയാണ് പ്രജകൾ അനുകരിക്കുന്നത്. രാജാവ് ദിവസവും പ്രജകളോട് കുറച്ച് നേരം സംസാരിക്കും, അഭിസംബോധന ചെയ്യും. അതാണ് പ്രജകളുടെ ജീവിതത്തിൻ്റെ കോഡ് ഓഫ് കോണ്ടാക്റ്റ്. പെരുമാറേണ്ട രീതി, വിധം, മെത്തേഡ് അതാണ്. അവർക്ക് രാജാവിനോട് നല്ല ആദരവാണ് ഗുണങ്ങൾ കാരണം. മനുഷ്യരെല്ലാവരും ഗുണങ്ങളുള്ളവരായതുകൊണ്ട് സർവ്വഗുണ സമ്പന്നം എന്ന് പറയാം. എല്ലാ ഗുണങ്ങളിലും സമ്പന്നം. ഇവിടെ നമ്മളെന്താ പറയുക, ശരിയാണ്, പക്ഷേ എനിക്ക് ക്ഷമ മാത്രമില്ല.
അല്ലെങ്കിൽ ശരിയാണ് എനിക്ക് എന്നെ ദേഷ്യം വരുമ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാറില്ല എന്നൊക്കെ പറയും. സ്നേഹത്തിൻ്റെ അഭാവമാണ് ദേഷ്യം. എങ്ങനെ ഇരുട്ടെന്ന് പറഞ്ഞൊരു സാധനമില്ല, പ്രകാശത്തിൻ്റെ അഭാവമാണ് ഇരുട്ട്. ശാന്തിയുടെ അഭാവമാണ് അശാന്തി. അവിടെ എല്ലാ ഗുണങ്ങളും സാറ്റുറേറ്റ് പോയിന്റിലാണ്, 100 ഡിഗ്രിയിലാണ്. അതുകൊണ്ട് അവിടെ ദുർഗുണങ്ങളേ ഇല്ല. ദേഷ്യം, ക്രോധം, അഹങ്കാരം, ഭയം, പ്രതികാര ഭാവന ഇങ്ങനെയുള്ളതൊന്നും അവിടെ ഇല്ലേ ഇല്ല. അതൊന്നും അവർക്ക് അറിഞ്ഞേക്കൂടാ. അതിന് കൊച്ചു കുട്ടികൾ ഇന്നസെൻ്റാണ്. അവർക്ക് പ്രതികാരം ചെയ്യാനോ വക്രതയോ കപടതയോ ഒന്നും അവർക്ക് അറിയില്ല, പറഞ്ഞു കൊടുത്താലും മനസ്സിലാവില്ല. അതുപോലെയാണ് അവിടെ പ്രായമായവരും യൗവനത്തിലുള്ളവരും എല്ലാവരും അതേപോലെയാണ്. അവിടെ എല്ലാവർക്കും പരസ്പരം അഭ്യുദയകാംക്ഷികളാണ്, പരസ്പരം സഹായിക്കുന്നവരാണ്. അവിടെ ദേവന്മാരുടെ കൈ എപ്പോഴും ഇങ്ങനെ കാണിച്ചിരിക്കുന്നത്, കൊടുക്കുന്നവരാണ്. സ്നേഹം കൊടുക്കുക, ബഹുമാനം കൊടുക്കുക, സന്തോഷം കൊടുക്കുക, സുഖം കൊടുക്കുക, ശാന്തി കൊടുക്കുക. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കണവരാണ്. എന്നെ സ്നേഹിക്കണം, എന്നെ ബഹുമാനിക്കണം, എന്നെ അംഗീകരിക്കണം, എന്നെ മനസ്സിലാക്കണം. ഇവിടെ എല്ലാവരും പ്രതീക്ഷിക്കുന്നവരാണ്. അവിടെ എല്ലാവരും കൊടുക്കുന്നവരാണ്. എല്ലാവരും കൊടുക്കുന്ന കാരണം എല്ലാവർക്കും എല്ലാം ഉണ്ട്. അതുകൊണ്ട് എല്ലാവരും വളരെ സന്തോഷത്തിലാണ് അവിടെ. എല്ലാവർക്കും ഇന്നസെൻ്റ് ആയതുകൊണ്ട് ഊർജത്തിൻ്റെ ശോഷണമില്ല അവിടെ. അതുകൊണ്ട് എല്ലാവർക്കും നല്ല ഉത്സാഹവും ഉന്മേഷവും ഉണർവും സന്തോഷവും ആനന്ദവുമാണ്. എല്ലാവരുടെയും മുഖത്ത് നല്ല പ്രസന്നതയാണ്. അതുകൊണ്ടാണ് ദേവന്മാരുടെ മുഖമൊക്കെ വളരെ പ്രസന്നമായിട്ട് കാണിച്ചിരിക്കുന്നത്. അവരുടെ പ്രസന്നത അവിടെ അവർക്ക് നല്ല ഐശ്വര്യമുണ്ട്. പട്ടുവസ്ത്രം അവർ ധരിച്ചിരിക്കുന്നത്, രത്നങ്ങൾ പതിച്ച സ്വർണ്ണാഭരണങ്ങളൊക്കെ അവർ ധരിച്ചിരിക്കുന്നത്. ആ ഭൗതികമായിട്ടുള്ള ഐശ്വര്യം കൊണ്ടുള്ള സന്തോഷമല്ല, പിന്നെ ആന്തരികമായിട്ടുള്ള ഗുണങ്ങളും ശക്തികളും പവിത്രതയും ഉള്ളത് കൊണ്ടുള്ള സന്തോഷമാണ് അവരുടെ മുഖം പ്രസന്നമായിട്ട് ചിത്രീകരിച്ചിരിക്കുന്നത്. അങ്ങനെ എല്ലാവരുടെയും സന്തോഷം തന്നെ സന്തോഷം. ഓരോ വീട്ടിലും നാട്ടിലും സമുദായത്തിലും പരസ്പരം കണ്ടുമുട്ടിയാലും എല്ലാം ആനന്ദത്തിലാണ് അവരെപ്പോഴും. അങ്ങനെയുള്ളൊരു കാലഘട്ടം സത്യമായിട്ടും ഈ ഭൂമിയിൽ നിലവിലുണ്ടായിരുന്നു. യഥാ രാജാറാണി തഥാ പ്രജ, എല്ലാവരും ഒരേപോലെ സർവ്വഗുണസമ്പന്നം, 16 കലാ സമ്പൂർണ്ണ നിർവികാരി, യാതൊരു വികാരം അവിടെ ഇല്ല. സമ്പൂർണ്ണ നിർവികാരി, മര്യാദ പുരുഷോത്തമൻ. എല്ലാവരും അവരവരുടെ കടമകൾ ചെയ്യുന്നവരാണ്. അച്ഛൻ അച്ഛൻ്റെ കടമ കൃത്യമായിട്ട് ചെയ്തിരിക്കും, മക്കൾ മക്കളുടെ കടമ ചെയ്തിരിക്കും, ബിസിനസ്സുകാർ അവരുടെ കടമ ചെയ്യും, രാജാവ് തൻ്റെ കടമ ചെയ്യും, അധ്യാപകൻ തൻ്റെ കടമ ചെയ്യും, വിദ്യാർത്ഥികൾ തൻ്റെ കടമ ചെയ്യും. എല്ലാവരും മര്യാദ അനുസരിച്ച് ജീവിക്കുന്ന ഉത്തമ പുരുഷന്മാരാണ്. മര്യാദ പുരുഷോത്തമൻ. അഹിംസയാണ് അവിടുത്തെ പരമമായ ധർമ്മം. നോട്ടം കൊണ്ട് പോലും ആരെയും ഹിംസിക്കാൻ അവർക്കറിയില്ല. അത്ര ഇന്നസെൻ്റാണ്. എല്ലാവരും സുഖം കൊടുക്കുന്നവരാണ്. അതുകൊണ്ട് അഹിംസയാണ് അവിടുത്തെ പരമമായ ധർമ്മം. അങ്ങനത്തെ ആൾക്കാരാണ് അവിടെ ജീവിച്ചിരുന്നത്. അതുകൊണ്ട് ആ ലോകം തന്നെ ദേവലോകം, ജന്നത്ത്, ഇത്ര നല്ല നല്ല പേരുകൾ പ്രശംസിക്കുന്നത് അതുകൊണ്ടാണ്. മനുഷ്യരെല്ലാം തികഞ്ഞവരായതുകൊണ്ട് പ്രകൃതി ചൂഷണം ചെയ്യുന്നില്ല. അത്യാഗ്രഹം ഉണ്ടെങ്കിലല്ലേ പ്രകൃതി ചൂഷണം ചെയ്യാം. പ്രകൃതി ചൂഷണം ചെയ്യാത്ത കാരണം പ്രകൃതിയും അവിടെ സമ്പൂർണ്ണമായിട്ടും സഹകരിക്കുന്നുണ്ട്. അവിടെ എല്ലാവരും ആത്മബോധത്തിലാണ്. അത് കാരണം രോഗങ്ങളൊന്നുമില്ല. ദേഹത്തിൻ്റെ ഹോർമോൺ സിസ്റ്റം തന്നെ ഡിഫറെൻ്റാണ് അവിടെ. അതുകൊണ്ടാണ് ദേവന്മാർക്ക് താടിയും മീശ ഒന്നും കാണിച്ചിട്ടേ ഇല്ല. അവരും ഹോർമോൺ സിസ്റ്റമൊക്കെ നല്ലതാണ്. അവിടെ ആയുസ്സും 150 വയസ്സാണ്. രോഗങ്ങളേ ഇല്ല. അവിടുത്തെ ആഹാരം തന്നെ സാത്വികമായിട്ടുള്ള പ്രകൃതിയിൽ നിന്നുള്ള കായ്കനികളൊക്കെ കഴിക്കുന്നത്. അധികം പഴങ്ങളാണ് കഴിക്കുന്നത്. പഴങ്ങളും ഇവിടുത്തെ പോലെയല്ല. പ്രകൃതി നല്ല ഉയർന്ന അവസ്ഥയിലാണ് അവിടെ. ഏറ്റവും പവിത്രമായിട്ടുള്ള സ്ഥിതിയിലാണ്, സതോ പ്രധാന അവസ്ഥയിലാണ് പ്രകൃതി. എൻ്റെ കുട്ടിക്കാലത്ത് പോലെ എൻ്റെ അമ്മൂമ്മയൊക്കെ പറയായിരുന്നു, ഞങ്ങളുടെ കുട്ടിക്കാലത്ത് വെറുതെ മുരിങ്ങയില കഞ്ഞിരവെള്ളം ഒഴിച്ചിട്ട് ഒരു മുളക് പൊട്ടിച്ചതിലിട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് വേവിച്ചിട്ട് ലേശം പച്ച വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കഴിക്കുമ്പോൾ ഒരു പറ ചോറുണ്ടാവും എന്നവർ പറയും. അത്ര ടേസ്റ്റായിരുന്നു. ഇപ്പോൾ എന്തെല്ലാം മസാല ഇട്ടാലും രുചിയില്ല എന്ന് പറയും. അന്ന് പ്രകൃതിയും തൻ്റെ ഏറ്റവും ഉയർന്ന സതോ പ്രധാന അവസ്ഥ, സാധനിച്ച 7 സതോ പ്രധാനിച്ച 7 ഗുണങ്ങൾ പ്രദാനം ചെയ്യാം. മനുഷ്യരങ്ങനെയായിരുന്നു. 7 ഗുണങ്ങളാണ് ഓരോ മാനവൻ്റെയും ബേസിക്കായിട്ടുള്ള മൂലഗുണങ്ങളാണ് ശാന്തി, ശക്തി, സന്തോഷം, ജ്ഞാനം, പവിത്രത, സുഖം, ആനന്ദം. ഈ 7 ഗുണങ്ങൾ മനസ്സാ വാചാ കർമ്മണ മനുഷ്യർ പ്രദാനം ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ളൊരു സൂക്ഷ്മമായിട്ടുള്ള പാവനമായിട്ടുള്ളൊരു തരംഗം പ്രകൃതിയിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രകൃതിയും അവിടെ ഏറ്റവും നല്ല കായ്ഫലങ്ങളൊക്കെയാണ് അവിടെ നൽകുന്നത്. അതുകൊണ്ട് പ്രകൃതിയിലെ ഭക്ഷണങ്ങളൊക്കെ അവിടെ കഴിക്കുന്നത്. ജനസംഖ്യ വെറും 9 ലക്ഷം മാത്രമേ ഉള്ളൂ. ഇന്ന് 800 കോടി മനുഷ്യർ ഉപയോഗിക്കുന്നത്, അന്ന് വെറും 9 ലക്ഷം വരെ ഉപയോഗിക്കുന്നത്.